ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോൾ കാറിനകത്തിരുന്നു കൊണ്ട് വെൽക്കം പറയുകയാണ്, കാരണം നമ്മൾ യാത്ര തുടരുകയാണ്. പുറത്ത് ഭയങ്കര മഴ, അപ്പോൾ ഒരു രക്ഷയില്ല. നമ്മൾ അമ്മച്ചിക്കടയിൽ നിന്ന് തന്നെ ഞാൻ വസ്ത്രം മാറി, ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ സാരി ഉടുക്കാനുള്ള അത്ര സൗകര്യം ഇല്ലായിരുന്നു, അത് കാരണം ഞാനൊരു സാരി വേണ്ട വിചാരിച്ചു, ഒരു കുർത്തി ടോപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉള്ള യാത്രയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മളിപ്പോൾ തെങ്കാശി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. ബ്യൂട്ടിഫുൾ വയൽ കാഴ്ചകളൊക്കെ ഇങ്ങനെ എൻ്റെ മുന്നിലൂടെ പോകുന്നുണ്ട്, സൈഡിലൂടെ. ആകാശം ഇരുണ്ട്, ഒരു രക്ഷയില്ല, ഭയങ്കര ഡാർക്കായി കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി വെളിച്ചം ഇങ്ങനെ ആയി വരുന്നു, അങ്ങോട്ട് നോക്കിയാൽ അറിയാം. ഭയങ്കര മിസ്റ്റി ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാണ് ആ വയലിൻ്റെ ആ ഭാഗത്തൊക്കെ. എന്നെക്കാട്ടി വലിയൊരു കുടയും കൊണ്ട് ഞാൻ ഇറങ്ങുന്നു. വാ, ഇവിടെ മുഴുവൻ ചെളിയാട്ടോ. അയ്യമ്മേ, ഇറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് നോക്കിയേ, വയൽ കൊയ്യാൻ പാകമായി കിടക്കുന്ന പഴുത്ത് കിടക്കാണ്. നോക്കിയേ, ഈ മഴയൊക്കെ വീണിട്ടേ വാടി ഇങ്ങനെ ഒടിഞ്ഞു മടക്കി കിടക്കുക. അങ്ങോട്ട് നോക്കിയാൽ എൻ്റെ ദൈവമേ, മഴ ഇരുണ്ട് കയറി, ഒരു രക്ഷയില്ല. ആ മലനിരകൾ കംപ്ലീറ്റ് കവേർഡ്. അത് ഇവിടെ എല്ലാം കംപ്ലീറ്റ് നെൽപ്പാടങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ഇത് തെങ്കാശിയിലേക്കുള്ള റൂട്ട് തന്നെയാണ്. ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ ഇപ്പോൾ, പക്ഷെ അവിടെ ഇങ്ങനെ ഈ സൈഡിൽ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട്, ചെറിയ കടകളാണ്. അത് രസമുണ്ട് കണ്ടിട്ട്. നോക്കാം. ഇവിടെ നെല്ലിക്ക, പിന്നെന്താ ഉള്ളേ, തണ്ണിമത്തൻ. 5 പേർക്ക് നിൽക്കാവുന്ന കൂടെ. നാടൻ നെല്ലിക്ക, അല്ലാത്ത നെല്ലിക്ക, പിന്നെ മറ്റേ ആനമുന്തിരി. ഇതെന്താ പറയുക, നിങ്ങളെന്താ പറയുക? സീതാപ്പഴം. യെസ്, ഇതുണ്ട്, പക്ഷെ ചെറുതാണല്ലേ, നാടൻ. ഒരെണ്ണം തരുമോ? പഴുത്താണോ? അല്ല, സീതാപ്പൽ. നല്ല പഴുത്തിട്ടുണ്ട്. നല്ല മധുരം. എന്ത് വില? 50 രൂപയേ ഉള്ളൂ കിലോ. കൊള്ളാലോ. എന്ത് കാര്യം, ഇവിടെ കൃഷി ചെയ്യുന്നോണ്ടാണോ? തന്നുള്ളൂ 1 കിലോ. നന്നായിട്ടുണ്ട്. തനി നാടൻ, ചെറുത്, വെരി സ്വീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഇത് സ്ഥലം ഏതറിയോ? പുളിയറ. അതായത് തമിഴ്നാട് കേരള ബോർഡറാണ്. നമ്മൾ ആര്യങ്കാവ് കഴിഞ്ഞിട്ട് അടുത്ത പുളിയറ. ദിസ് ഇസ് ദ ബോർഡർ. തമിഴ്നാടാണ്, പക്ഷേ കേരള വിട്ട് ജസ്റ്റ് വരുന്നത്. ഇതിവിടുത്തെ നെല്ലറയാണെന്ന് പറയാമല്ലേ. ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനകത്തോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഗ്രാമക്കാഴ്ചകൾ കാണാൻ ഇറങ്ങാനിരുന്നതാണ്. മഴ ചതിച്ചു എന്ന് തന്നെ പറയാം. താങ്ക് യു, സന്തോഷം. ഓക്കെ. ഓ മൈ ഗോഡ്, മഴ ശരിക്കും പറഞ്ഞാൽ നനഞ്ഞു പോകാനുള്ളൊരു മോഹം. ഇങ്ങനെ മഴ നനഞ്ഞ്. പക്ഷേ മഴ നനഞ്ഞാൽ പിന്നെ ഇനി ഷൂട്ടുള്ളതാണ്, പണിയാകും. സോ നൈസ്. ഞാൻ അങ്ങോട്ട് നടന്നത്, ഇവിടെ ഒരു ഫ്രൂട്ട് സ്റ്റോളുണ്ട്, അങ്ങോട്ട് നടക്കുകയാണ്. ഓ, ഇതെന്തൊരു വൈബാണ് ഇത്. ഇതാണ് റെയിൻ മഴ വൈബ്. ഇപ്പം സമയമൊന്നും ആയിട്ടില്ല കേട്ടോ, 3:30 മണി സമയമായിട്ടുള്ളൂ. 3:30, 4 അത്രയാണ്. ഇവിടെ എന്താ ഉള്ളേ? പേരൊക്കെ ഉണ്ടോ? അത് കാണിക്കാൻ പറ്റൂലല്ലേ മഴ ആയതുകൊണ്ട്. പേരൊക്ക, കപ്പലണ്ടി ഏതാ? പച്ചയാ? പച്ച കപ്പലണ്ടി. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അടച്ചോട്ടെ. വാവ്, നിറച്ച് പച്ച കപ്പലണ്ടി. മഴ ആയതുകൊണ്ട് മൂടി ഇട്ടിരിക്കുവാണ്. പേരൊക്കെയുണ്ട്, ഓറഞ്ചും എല്ലാം ഉണ്ടല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം പോകുന്ന ഒരു ഹൈവേ ആണ്. നല്ല ഇടിയുണ്ട്, മിന്നലുണ്ട്, എല്ലാം ഉണ്ട്. എന്തോ അല്ല, ഈ കണ്ടില്ലല്ലോ. മധുരം ഉണ്ടോ പേരയ്ക്ക? നല്ല മധുരോ? നാടനാണോ? കാണിച്ചു തരാൻ പറ്റുമോ? ഒരെണ്ണം കാണിക്കോ? ഓ, നാടൻ. നാടൻ പേരയ്ക്ക എടുക്കാൻ പാട്, വാങ്ങിക്കാൻ പാട് പറയുന്നത്. ഓക്കെ. ഓ, എനിക്ക് മതിയായില്ല ഇവിടെ നിന്ന് മഴക്കാഴ്ച. ഒരു വിധത്തിൽ പറഞ്ഞാൽ സാരിയെക്കാട്ടിൽ നല്ലത് ഈ ഡ്രസ്സ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു മഴയും എല്ലാം കൂടി ആയിട്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് കാഷ്വലായിട്ടാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കാം. മഴ നനയാനുള്ളൊരു മൂഡിലാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ. കുറച്ചൊക്കെ നനയുന്നുണ്ട്. സോ നൈസ്. ഇരുണ്ട് കിടക്കുന്നു, വാഹനങ്ങൾ ചീറിപ്പായുന്നുണ്ട് ഒരു സൈഡിൽ കൂടി, അത് വേറെ കാര്യം. ഭയങ്കര ഇടിയുണ്ട്, മിന്നലുണ്ട്, അത് മാത്രം ഒരു ചെറിയ ഡേഞ്ചറസ്. നാട്ടിൽ പോലും ഇത്രയും നല്ലൊരു ഇടി വരുന്നു, അതിൻ്റെ പിന്നാലെ ഇടിമിന്നൽ. അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങൾക്ക് യാത്ര പറയുന്നു.
എനിക്ക് മതിയായില്ല. ആക്ച്വലി വന്ന് ഈ കുടയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മഴയത്ത് ഇങ്ങനെ നടക്കാൻ തോന്നുന്നു. നടന്ന് മഴ നനഞ്ഞത്. ഈ ദിവസം, അതായത് ഈ എപ്പിസോഡ് തീരുന്നതിൻ്റെ അവസാന ഭാഗം മഴയുണ്ടെങ്കിൽ ഞാൻ കുടയെടുത്ത് കളഞ്ഞിട്ട് നടക്കും. അതാണ് എൻ്റെ തീരുമാനം. ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു ഫീല് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത വൈബ്സാണ്. ഓക്കേ, കാറിനകത്ത് കയറട്ടെ. ഇനി നെക്സ്റ്റ് ചെങ്കോട്ട ഭാഗമാണ്. അത് കഴിഞ്ഞാൽ മേക്കര എന്ന് പറയുന്ന മനോഹരമായ ഇടി മിന്നൽ, പേടിയാവുന്നു. നമ്മളിപ്പോൾ നല്ല കൃഷിസ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. അത് ചെങ്കോട്ട കഴിഞ്ഞ് മുന്നോട്ടുള്ള യാത്രയാണ്. അതായത് ഇതാണ് മേക്കരയിലേക്കുള്ള ഒരു യാത്ര. നല്ല വയലേലകളും വാഴത്തൂപ്പും ഒക്കെ ആയിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ വയലേലകളാണ്. നടുക്ക് ഇങ്ങനെ ഒരു റോഡ് പോകുന്നത്. ഇത് കംപ്ലീറ്റ് കൃഷിസ്ഥലങ്ങളാണ് രണ്ട് സൈഡിലും. ഒരു നാട്ടുവഴി, ഇത് സൈഡ് റോഡിലേക്ക് കയറി മേക്കരയിലേക്കുള്ള യാത്രയാണിത്. ആടിൻ കൂട്ടങ്ങൾ മേയിച്ച് കൊണ്ടുപോവാണ്. തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. നെൽപ്പാടങ്ങളുടെ പല പല കളേഴ്സാണ് നമ്മളിവിടെ കാണുന്നത്. പഴുത്ത കളർ, അതിന് തൊട്ട് മുന്നേ ഉള്ളത്, വിളഞ്ഞു നിൽക്കുന്നത് അതിന് തൊട്ട് മുന്നേ ഉള്ളത്, പിന്നെ അതിന് മുന്നേ ഉള്ളത്. അപ്പോൾ ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അപ്പിട്ടം തൊട്ട് തുടങ്ങുന്നത്. പിന്നെ ഇടയ്ക്ക് അവിടെ തെങ്ങ് കാണാം, കുറേ തെങ്ങുകൾ, അതിൻ്റെ ബാക്കിലായിട്ട് നല്ല ഗ്രീനറി. ഒരു സിംഗിൾ ഹൗസ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. അവർക്ക് എന്ത് ഭംഗിയുള്ളൊരു വ്യൂ ആണ് അവരുടെ ബാക്ക് യാർഡ് നോക്കുമ്പോൾ. ഇതിൽ പരം മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ച എന്താണ്? ഇത് കണ്ടോളൂ, സോ ബ്യൂട്ടിഫുൾ. അവിടെ ഒരു മലയുടെ മേളിലൊരു ക്ഷേത്രമുണ്ട്, ഏറ്റവും മേളിൽ. പിന്നെ താഴോട്ട് നോക്കും, ഒരു ചെറിയൊരു തടാകം, ചുറ്റോട് ചുറ്റും മലനിരകൾ, മേഘങ്ങൾ ഇറങ്ങി നിൽക്കുന്നു, വയലുകൾ, അതിന് ചുറ്റും ബോർഡറായിട്ട് തെങ്ങ്. വയലെന്ന് പറഞ്ഞാൽ പല പല ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ ആൻഡ് ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. മൈ ഗോഡ്. ഇപ്പോൾ സമയം 5:15 മണിയായിട്ടുള്ളൂ. പക്ഷേ മൂടിക്കെട്ടി കിടക്കുന്നത് ഈ മഴമേഘങ്ങൾ കൊണ്ടാണ്. അടവിനാർ ഡാം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡാം സൈറ്റാണിത്. ഇവിടെ സാധാരണ ഇങ്ങനെ വെള്ളം അവർ തുറന്നു വിടും, അപ്പോൾ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. അത് പല ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസിലും കാണുന്നൊരു കാഴ്ചയാണ്. പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇന്നത് ഓപ്പൺ അല്ല. സോ വി റിയലി മിസ്ഡ് ഇറ്റ്. മേക്കര ഡാമെന്നും പറയും, അടവി നയനാർ ഡാമെന്നും പറയും. ഇതൊരു കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ. ഈ സ്പിൽവേയിലൂടെ വെള്ളം ഇങ്ങനെ, അപ്പുറത്തെ റിസർവയറാണല്ലോ, വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത്, അല്ലെങ്കിൽ അവർ ഓപ്പൺ ചെയ്തിടുന്ന സമയമാണെന്ന് തോന്നുന്നു, ഫുള്ളാവുമ്പോഴേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാസ്കേഡ് ഓഫ് വാട്ടർ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വന്നപ്പോൾ പക്ഷേ ആ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ ചിത്രീകരിക്കാനായിട്ട് വരുന്നവരാണ്. ഓക്കെ, അത് കാണുമ്പോൾ അറിയാമല്ലോ, ഇത്രയും ഏരിയയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കാസ്കേഡ് പോലെ പോകും. ഭയങ്കര ഒരു സീനിക്കാണ്. പക്ഷേ ഈ ഒരു സ്ഥലം, മേക്കര എന്ന് പറയുന്ന സ്ഥലം ടോട്ടലി സീനിക്കാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സൗന്ദര്യമുള്ള സ്ഥലം. നമ്മൾ വന്ന വഴിക്ക് കണ്ടില്ലേ, വയലുകളും മലനിരകളും മേഘങ്ങളും. സച്ച് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അതിനോടൊപ്പം ഈ ഒരു ഡാമും അതും കൂടി ചേർന്ന് വരുമ്പോൾ കൊല്ലംകോട് എന്ന് ഒരു പാലക്കാട് ഭാഗത്തുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, കൊല്ലംകോട്, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസായിട്ട് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അതിനോടൊപ്പം കിടപിടിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കാട്ടിലെന്ന് ചിലപ്പോൾ പറയാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു, കാട്ടിലെന്നൊന്നും ഞാൻ പറയില്ല, ഈക്വലി ഗുഡ് എന്ന് പറയേണ്ടി വരും. അതിമനോഹരമാണ് ഈ ഗ്രാമം, രക്ഷയില്ലാത്ത മേക്കര. ഇത് മേക്കര ഡാമെന്നും അല്ലെങ്കിൽ അതിനോടൊപ്പം അടവി നയനാർ ഡാമെന്നും പറയപ്പെടുന്ന ഒരു ഡാം സൈറ്റാണിത്. ഞാനിപ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് ഇരുട്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഓടിയെത്തിയതാണ്. ഇനി തിരിച്ച് ചെങ്കോട്ടയിലേക്ക് തന്നെ പോകാം. അവിടെ പോയിട്ട് ഭക്ഷണം, അവിടെയാണ് ബോർഡർ ചിക്കൻ ഷോപ്പൊക്കെ ഉള്ള ബോർഡർ ചിക്കൻ്റെ കട. പക്ഷേ ഇപ്രാവശ്യം അവിടെയല്ല പോകുന്നത്, നമുക്ക് വേറൊരു കടയിൽ പോകാം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്, നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. മഴ വരുന്നു, ഡ്രസ്സിലിങ്.
ഓ ഗ്രാമക്കാഴ്ചകൾ, ഇത് തന്നെ ഭംഗിയുള്ള കാഴ്ച. അവിടെ ട്രാക്ടർ പോയിക്കൊണ്ടിരിക്കണം ഒരു സൈഡിൽ, ഇപ്പുറത്ത് എല്ലാവരും ക്ലീൻ ആക്കുക അദ്ദേഹം സ്വന്തമായിട്ട്. കുറച്ചൊരു സ്ട്രീമുണ്ട് ഇവിടെ, ഈ വെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ച് നന്നായിട്ട് ഹാപ്പി ആയിട്ട്. അവിടെ പിന്നെ വയലിൻ്റെ അവിടെ ആണെങ്കിൽ ട്രാക്ടർ ഉഴുത് മറിക്കുന്നു. എന്തനുസരണ നോക്കിയേ താറാവുകൾ. എത്ര പേരിത്, അയ്യോ ക്യൂട്ടീസ്. ഓ ഒരു നല്ല ഗ്രാമക്കാഴ്ച തന്നെ കേട്ടോ ഇത്. ഇത് രസമുണ്ട്. ഇവരെയൊക്കെ നോക്കും, ദേഹം മുഴുവൻ ചെളിയാണ്, വൈറ്റ് ഫുൾ ബോഡി കളർ പോയില്ലേ, വൈറ്റാ കളർ, വൈറ്റെല്ലാം ചെളി ബ്രൗഡായി. എല്ലാം ഉണ്ട്, വൈറ്റും ഉണ്ട്. ഓ അതൊക്കെ ചെളി മാത്രമല്ല, അതതിൻ്റെ കളറാന്ന് തോന്നുന്നു, ചെളിയല്ല കേട്ടോ. നാട്ടുവഴികളിലൂടെ വഴികളിലൂടെ നടക്കുകയാണ്. രക്ഷയില്ലാത്ത സൗന്ദര്യമുള്ള സ്ഥലം. എൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കൂ, എൻ്റെ ദൈവമേ, മലനിരകളും മേഘങ്ങളും ഒക്കെ ആയിട്ട്. അയ്യോ കിളികൾ ചേക്കേറാനായിട്ട് പറക്കുന്നു. വിളവെടുപ്പ് കഴിഞ്ഞ വയലാണ്, ചെളിയില്ല. ചെളി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സൈഡിലെ ആൾക്കാർ പറയുന്നത് ഇത് ചേറില്ലാത്ത വയൽ. ഓക്കെയാണ്, നല്ല ഉറപ്പുണ്ട്, അല്ലെങ്കിൽ കാല് താന്നു പോകും. ഇത് വലിയ പ്രശ്നമില്ല. അതെ അവിടെയെല്ലാം ആയിട്ടില്ല, അതിങ്ങനെ കിടക്കുന്നു. ഷോ സീ ദ ബ്യൂട്ടിഫുൾ വ്യൂ. എങ്ങോട്ട് ക്യാമറ വെച്ചാലും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്, രക്ഷയില്ല. ഓ രക്ഷയില്ല. അതേ ഈ പാടം എല്ലാം കൊയ്ത്ത് കഴിഞ്ഞു. ഇതെല്ലാം വിളഞ്ഞ് നിൽക്കുന്നു. ഇനി ഏകദേശം അധികം താമസിക്കാതെ കൊയ്ത്ത് നടക്കേണ്ട പാടമാണിത്. ഈ പാടശേഖി ഇത് അങ്ങോട്ടും ഇങ്ങനെ കിടക്കുക. ഇപ്പം സന്ധ്യ ആയി തുടങ്ങി കേട്ടോ, 6 മണിയൊക്കെ ആയി തോന്നുന്നു. പെട്ടെന്ന് ഇരുട്ടി. ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമല്ലോ തിരിച്ച് കാറിൻ്റെ അവിടേക്ക്. ഓ മൈ ഗോഡ്, പോകാനേ തോന്നുന്നില്ല. ബട്ട് പറയാറില്ലേ, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അപ്പോൾ ഇനി ചെങ്കോട്ട ഭാഗത്തേക്കാണ് പോണേ. അവിടെ നിന്ന് ഭക്ഷണ വിശേഷം, അവിടുത്തെ നല്ല കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ആ ബോർഡർ ചിക്കൻ കട അത്രയും പോപ്പുലർ ആയതിനു ശേഷം ആയിരിക്കണം ഒരുപാട് കടകൾ അതിൻ്റെ സിമിലർ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ കയറാം. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ തെങ്കാശി എത്തി. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ശ്രീ മധുരം എന്നാണ് പറയുന്നത്, അങ്ങോട്ടേക്ക് കയറാം. മധുരം എന്ന് പറയുന്ന ആ ഒരു വെജിറ്റേറിയൻ പ്യുവർ വെജ് റെസ്റ്റോറൻ്റാണ് ഇവിടെ. ഇതൊരു 3 വർഷമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നിട്ട് കുറേ വർഷമായല്ലോ, 4 വർഷത്തിന് മേലെയായിരുന്നു. അന്ന് ഇതില്ലായിരുന്നു. ഇത് ഇറ്റ്സ് നൈസ്. ഇവരുടെ മെനു എല്ലാം ഞാൻ നോക്കി, നല്ല റെഫറൻസ് കിട്ടി, ഇത് നല്ല ഷോപ്പാണ്. ഇവിടെ ഇന്നത്തെ സ്പെഷ്യലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മിളക് പൊങ്കലും പിന്നെ ഇഡ്ഡലി സെറ്റ് ദോശയാണെന്ന് പറഞ്ഞു, അതായത് വടക്കറിയായിട്ട് വരുന്നത്. പിന്നെ മില്ലറ്റ് ദോശ സ്പെഷ്യലാണ്, ടുഡേ സ്പെഷ്യൽ. പിന്നെ ഒരു മിൻറ്റ് ലൈം. ഇത് ഗാർലിക് കുഴമ്പാ, മുളക് പൊങ്കൽ അല്ലേ. ഇതാണ് മുളക് പൊങ്കൽ, അതായത് കുരുമുളക് പൊങ്കൽ വിത്ത് പെപ്പർ. ഇതെന്താ, ബീട്രൂട്ട് ചമ്മന്തി, ടൊമാറ്റോ ചട്നി. ഇത് ഗാർലിക് ചട്നി, അത് വളരെ സ്പെഷ്യലാണ്. സാമ്പാർ, ചമ്മന്തി. നോക്കട്ടെ, നൈസ്. അതിൻ്റെ കോംബോ എന്ന് പറയുന്നത് അത് വളരെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. ഗാർലിക്, അടിപൊളി ഗാർലിക് ചട്നി. അമ്മോ, കുളമ്പ്. ഓ ഗാർലിക് കുളമ്പ് നന്നായിരിക്കുന്നു, നല്ലതായിരിക്കും. നൈസ് 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 നൈസ്. എല്ലാം കൊള്ളാം, അടിപൊളി. ഓ ഗാർലിക് കുളമ്പ് ഗംഭീരം, രക്ഷയില്ലാത്ത ടേസ്റ്റ്. നമ്പർ 1 ഗാർലിക് കുളമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനകത്ത് മുഴുവനായിട്ട് കിടക്കുക കേട്ടോ ഗാർലിക്കെല്ലാം. ഇങ്ങനെ വലുതായിട്ട് തന്നെ കിടക്കുന്നു. നോക്കെ, ഗാർലിക് കുളമ്പ് വെരി നൈസ്. വിത്ത് കുരുമുളക് പൊങ്കൽ.
മിൻറ്റ് ലെമൺ എന്നീ സാധനങ്ങൾ വരുന്നുണ്ട്. അടിപൊളി. ഇതേതാണ്? കമ്പ ദോശ, മില്ലറ്റ് ദോശ. ഓക്കെ. അതിനും ചമ്മന്തി ബാക്കി ചട്നീസ് സെയിം ആണ് അല്ലേ? സെയിം. ഓക്കെ. ഇത് സെറ്റ് ദോശ, വടക്കറി സെറ്റ് ദോശ, വടക്കറി. ഇത് പരിപ്പ് വട ആയിരിക്കും അല്ലേ അകത്ത്? പരിപ്പ് വടയാ? ഇതെന്താ യെല്ലോ കളറാണ് അല്ലേ സെറ്റ് ദോശ? ഓ നൈസ്, ഡിഫറെൻറ്റ്. നല്ല മിൻറ്റ് സോഡ, ലൈം മിൻറ്റ് സോഡ ഈസ് ഗുഡ്. ഇത് മില്ലറ്റ്. കൊള്ളാലോ, നൈസ്. മില്ലറ്റ് ദോശയുടെ മേളിൽ നോക്കിയേ, ഉള്ളിയെല്ലാം ഒരുങ്ങി. കമ്പ എന്ന് പറയുന്ന മില്ലറ്റാണ്. വെരി സോഫ്റ്റ്, യമ്മി. സെറ്റ് ദോശ വിത്ത് വടക്കറി എല്ലാം തമിഴ്നാട് സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ ചെറിയ ഉള്ളി മേളിൽ ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ്സ് അത്. വടക്കറി ഒരു കുറുമ ടേസ്റ്റ്. പരിപ്പ് വടയാണ്, ആ കുറുമ ഗ്രേവിയാണ് ടേസ്റ്റ് പോലെ തോന്നുന്നു. ആസ് യൂഷ്വൽ ചമ്മന്തികളെല്ലാം ഉണ്ട്, അടിപൊളി. അവരുടെ സെറ്റ് ദോശയും ഗംഭീരം. വേറെ എല്ലാ ഫുഡും കൊള്ളാം കേട്ടോ. മധുരം എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല തിരക്കുണ്ട്, എക്സലൻറ്റ് ഫുഡ്. പിന്നെ ദോശയുടെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഞാൻ ടുഡേ സ്പെഷ്യൽ ആകുമ്പോൾ ഏറ്റവും സ്പെഷ്യലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് യൂഷ്വലി കഴിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചു. ചൂട് നിങ്ങൾക്കിനി തെങ്കാശിയിൽ വരുമ്പോൾ നല്ലൊരു ഹോട്ടൽ, ഒരു പോഷ് ആയിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും മധുരം ഇറ്റ്സ് വെരി നൈസ്. പലതരം ജ്യൂസുകൾ, മിൽക്ക് ഷേക്സ്, ഡെസേർട്ട്സ് എല്ലാം ഉണ്ട്. ഉച്ചയ്ക്ക് അവർക്ക് നല്ല വെജ് മീൽസ് ഉണ്ടാവും, പലതരം ബിരിയാണീസ് അങ്ങനെ എല്ലാം കാണാം. എല്ലാം പ്യുവർ വെജാണേ. അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് ഞാൻ നിർത്താൻ പോകാം. അപ്പോൾ ഇന്നിപ്പോൾ തെങ്കാശിയിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യുന്നു. എന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട്. ഹോട്ട് പണിയാരം, സ്വീറ്റ് പണിയാരംസ് ആൻഡ് കാരപ്പണിയാരം അതെല്ലാം ചൂടായിട്ട് ഉണ്ടാക്കുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ. അപ്പം പുട്ട് അതെല്ലാം അവിടെ ലൈവ് കൗണ്ടേഴ്സ്. മലയാളം കൊല്ലത്തുള്ളതാണോ? ഓ അടിപൊളി. അങ്ങനെ മധുരം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നും ശ്രീ മധുരം എന്നാണ് കേട്ടോ, ശ്രീ മധുരംസ്. നല്ല അടിപൊളി ഫുഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ സ്റ്റേ ബാക്ക് നമ്മുടെ തെങ്കാശിയിൽ രാവിലെ സ്റ്റാർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ